അതിരാവിലെ നേരത്തെ എണീറ്റ് ഞങ്ങൾ കാവടിതുള്ളി പോണത് വണ്ടർല. ആരാ പറഞ്ഞു നമ്മൾ വണ്ടറിലേക്ക് കൊണ്ടുവന്ന്? ടിക്കറ്റിൽ അങ്ങനെ കണ്ടായിരുന്നു വണ്ടർലാന്ന്. ടിക്കറ്റ് എവിടെ നിന്ന് കിട്ടിയേ? അഖിലിനെ കണ്ട കുറച്ച് അവനെ അങ്ങോട്ട് അപമാനിക്കണം, അതാണ് അതിൻ്റെ ഒരു ഇത്. കുറച്ച് അപമാനിക്കുമ്പോഴേക്കും ട്രെയിൻ വന്നു. ആലുവയ്ക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ട്രെയിനിലധികം തിരക്കില്ലാത്തതുകൊണ്ട് ചേരം ഒന്ന് ഉറങ്ങി സുഖമായിട്ട്. ആലുവയിൽ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് KSRTC പിടിച്ച് ഞങ്ങൾ നേരെ പോയത് വണ്ടറിലേക്കായിരുന്നു. ക്യാമറ കണ്ട അഖില ക്യൂട്ട്നെസ് വാരിയിടാൻ തുടങ്ങും. പ്രൈവറ്റ് ബസ്സിന്റെ പോലെ KSRTCയിൽ പാട്ടൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ടൂറിസ്റ്റ് ബസ്സിന്റെ വരവ്. അപ്പുറത്തെ ബസ്സിൽ നിന്ന് ഇപ്പുറത്തെ ബസ്സിലേക്ക് പാട്ട് കളിപ്പിച്ചെന്ന ഡ്രൈവർ ചേട്ടാ. ഞങ്ങൾ വണ്ടർലയിൽ എത്തിയ ആവേശത്തിൽ ഞങ്ങൾ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ആവേശം നല്ലതിനല്ലായിരുന്നു, ഒരു ഊബർ വിളിച്ച് വന്നാൽ മതിയായിരുന്നു എന്നുള്ളത്. ഞങ്ങൾ പോയത് ഒരു പ്രത്യേകതയുള്ള മുടക്ക ദിവസം ആയതുകൊണ്ട് തന്നെ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാവരും അത് ചിന്തിക്കും എന്നുള്ളത് ചിന്തിക്കാൻ ഞങ്ങൾ വിട്ടു. ചെന്നത് ഒരു 11 മണി സമയത്തായതുകൊണ്ട് തന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ലോക്കർ എടുത്ത് ഡ്രസ്സും മാറി ഞങ്ങൾ റൈഡുകളിൽ കയറാൻ റെഡിയായി. പിന്നെ എവിടെ പോയാലും സൺഗ്ലാസ് അത് നിർബന്ധമാണല്ലോ. ഞങ്ങൾ ആദ്യം കണ്ടത് വാട്ടർ സ്പ്ലാഷ് ആണെങ്കിലും ഞങ്ങൾ അവസാനം വാട്ടർ സ്പ്ലാഷിൽ കയറിയാൽ മതി എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെ അമ്യൂസ്മെന്റ് പാർക്കിൽ പോയാലും വാട്ടർ സ്പ്ലാഷ് ഒരു വികാരമാണ്. വണ്ടറിലേക്ക് വന്നത് തന്നെ ഞാൻ റീകോയിൽ കയറാൻ വേണ്ടി തന്നെയായിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ റീകോയിൽ കയറാൻ. ബാക്കി അടുത്ത വീഡിയോയിൽ ഇപ്പം നാളെ കാണാം.